ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഈ ഡിസംബർ 31 രാത്രി പുതുവർഷം തുടങ്ങുന്ന ആദ്യ 12 സെക്കൻഡുകളിൽ ചെയ്യുന്ന ഒരൊറ്റ റിച്വൽ വരുന്ന 12 മാസങ്ങളും നമുക്ക് നല്ല കാര്യങ്ങളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതെ, ലോകമെമ്പാടും മില്യൺ കണക്കിന് ആളുകൾ ചെയ്യുന്നതും അതിൽ തന്നെ ചെയ്തവർക്കൊക്കെയും വർക്കായി മാറിയതും എന്നാൽ ഏറ്റവും സിമ്പിളായിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന 12 ഗ്രേപ്സ് മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഫുള്ളായി കാണുക. ഇതെങ്ങനെ പ്രോപ്പറായി ചെയ്യാമെന്നും ഇതിന്റെ പിന്നിലുള്ള ഒരു ഹിസ്റ്ററിയും ഒപ്പം ഇത് വർക്കാവുന്നതിന് പിന്നിലുള്ള സീക്രട്ട് കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. 2-3 വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ റിച്വലാണ് ഈ 12 ഗ്രേപ്സ് മെത്തേഡ്. കാര്യം ഇതാണ്: ന്യൂ ഇയറിന്റെ ആദ്യ 12 സെക്കൻഡുകൾ, അതായത് ജനുവരി 1 12 AM തുടങ്ങി 12 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഒരു ടേബിളിന്റെയോ ചെയറിന്റെയോ ബെഡിന്റെയോ അല്ലെങ്കിൽ സ്റ്റെയറിന്റെയോ ഒക്കെ അടിയിൽ ഇരുന്നു കൊണ്ട് ഓരോ സെക്കൻഡിലും വെച്ചിട്ട് 12 സെക്കൻഡ് കൊണ്ട് 12 മുന്തിരിങ്ങകൾ കഴിക്കുന്നു. ഇവിടെ 12 എന്നത് ഒരു വർഷത്തിലെ 12 മാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 1900 മുതലൊക്കെ പ്രചാരത്തിലുള്ള ഒരു സ്പാനിഷ് ട്രഡീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിച്വലാണിത്. പിന്നീട് അമേരിക്കയിലും യൂറോപ്പിലും അങ്ങനെ പലയിടങ്ങളിൽ പ്രചാരത്തിൽ വരികയും ഇതിന്റെ ഒരു സക്സസ് സ്റ്റോറിയിൽ ഇൻസ്പയർഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശ്രദ്ധയാകർഷിക്കുകയും ഒരുപാട് പേർ ട്രൈ ചെയ്യുകയും അതുപോലെ അതിൽ ഒരുപാട് പേരും വന്ന് അവരുടെ സക്സസ് സ്റ്റോറീസ് പറയുന്നതിലൂടെ ഒരുപാട് ശ്രദ്ധയാകർഷിച്ച ഒരു മെത്തേഡാണിത്. ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാനും നമ്മളുടെ വർഷം ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നു കിട്ടണമെന്നും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി വേണം ഇതിനെ സമീപിക്കേണ്ടത്. 12 മാസങ്ങളുടെ പ്രതീകമായി നമ്മൾ 12 മുന്തിരിങ്ങകളാണ് കഴിക്കുന്നത്. പച്ചമുന്തിരി കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു ലോ ഓഫ് അട്രാക്ഷനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പച്ച നിറം അബണ്ടൻസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പലരും പച്ച കളർ മുന്തിരിങ്ങ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏത് മുന്തിരിങ്ങ വേണമെങ്കിലും എടുക്കാം, അതിലൊരു കുഴപ്പവുമില്ല. പിന്നീട് സോഷ്യൽ മീഡിയ വഴി ട്രെൻഡിങ് ആയതാണ് നമ്മൾ ടേബിളിന്റെ അടിയിൽ ഇരുന്നു കൊണ്ട് ഇത് കഴിക്കണം, അല്ലെങ്കിൽ ചെയറിന്റെ ഒക്കെ അടിയിൽ ഇരുന്നു കൊണ്ട് കഴിക്കും. ഇതിന് ഒരു ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുണ്ട് എന്നേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള സ്പാനിഷ് ട്രഡീഷനിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ വീടിന്റെ ഉള്ളിലിരുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഉള്ളിലിരുന്ന് കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ടേബിളിന്റെയോ കട്ടിന്റെ അടിയിൽ കയറി ഇരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. നമുക്ക് വേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇന്റൻഷൻ ഉണ്ടായിരിക്കണം, ഒരു ലക്ഷ്യബോധം വേണം. 2026 കടക്കുമ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങൾ നേടണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ സാധിക്കണം, ഇത്ര കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്നൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. കൃത്യമായി റെസൊല്യൂഷനൊക്കെ എഴുതി വെക്കുന്നവർക്കാണെങ്കിൽ അത് വർക്കാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. 12 ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് വേണമെങ്കിൽ സമീപിക്കാം. അതല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു വർഷം നല്ല അടിപൊളിയായിരിക്കണം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിൽ ഈ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് ഇതിനെ സമീപിക്കാം. അതായത് ഈ വരുന്ന 12 മാസങ്ങളും എൻ്റെ ലൈഫിൽ സമാധാനവും ആരോഗ്യവും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്നൊരു വിഷോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയോടുകൂടി മനസ്സ് നിറഞ്ഞ ഫീലോടുകൂടി നമുക്ക് പുതുവർഷത്തിലേക്ക് കടക്കാം, ഈ റിച്വലിലേക്ക് കടക്കാം. 12 സെക്കൻഡിൽ നമ്മൾ ഓരോ സെക്കൻഡും ഓരോ ഗ്രേപ്സ് വെച്ച് കഴിക്കുക. വളരെ സൈലന്റ് ആയിട്ടിരിക്കണം, കാമായിട്ട് കഴിക്കുക. നമ്മൾ വറിയാവാനും വെപ്രാളം കൂട്ടാതെ കഴിക്കുക. മുന്തിരിങ്ങയല്ലേ, അത് നമുക്ക് 12 സെക്കൻഡ് കൊണ്ട് 12 എണ്ണം കഴിച്ചു തീർക്കാവുന്നതാണ്. ഇനി 12 സെക്കൻഡുകൾക്ക് ശേഷം നമ്മളൊന്ന് കണ്ണടച്ച് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഇത്രയും ആഗ്രഹങ്ങൾ സാധിച്ച് കിട്ടിയതിൻ്റെതായിട്ടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി പ്രകടിപ്പിക്കുക. ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് പുതുവർഷത്തെ അതിൻ്റെ എല്ലാ പുതുമയോടും കൂടി സന്തോഷത്തോടു കൂടി അതിനെ നമുക്ക് വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് റിച്വൽ അവസാനിപ്പിക്കാം. പിന്നീട് നിങ്ങൾക്ക് ആഫ്റ്റർ കിടന്നുറങ്ങുകയോ അതല്ല ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് കടക്കുകയോ ഒക്കെ ചെയ്യാം. ഒരു ആദ്യ 12 സെക്കൻഡ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാം.
അപ്പോൾ 12 ഇന്റൻഷൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കൃത്യമായ റെസൊല്യൂഷൻസ് പ്ലാൻ ചെയ്ത് വെക്കുന്നവർക്കാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഇതിനെ സമീപിക്കാം. ഇതിൽ ക്ലാരിറ്റി കിട്ടാൻ എപ്പോഴും ഇങ്ങനെ ഇന്റൻഷൻസുകൾ ക്ലിയർ ആക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ സക്സസ് ആയി മാറുന്നതും. ഇത് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത്, നമ്മൾ പുതുവർഷത്തെ ആ തുടങ്ങുന്ന 12 സെക്കൻഡുകളും ആ ഒരു 12 സെക്കൻഡ്, അതായത് ആ ടൈമിങ്ങും നമ്മളുടെ ഇന്റൻഷനും അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വൈബ്രേഷനെ നമ്മൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്രിന്റ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു വർഷം ആരംഭിക്കുന്നത്. ഇവിടെ വർഷത്തിലെ 12 മാസങ്ങളും നമ്മൾ വ്യക്തമായി പ്രോഗ്രാം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സീക്രട്ട്. ഇവിടെ മുന്തിരികളല്ല അത്ഭുതം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത് കഴിച്ച് തീർക്കുന്നു അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതോ അങ്ങനെ ഒന്നുമല്ല ഇവിടെ ശരിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. പകരം നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ഉറപ്പ്, ഒരു വ്യക്തത, നമ്മളുടെ ആഗ്രഹങ്ങളിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്ന പോസിറ്റീവ് എനർജി, അത് ഈ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ ആ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നമ്മൾ അയക്കുന്ന പോസിറ്റീവ് എനർജി ആൻഡ് വൈബ്രേഷനാണ് അവിടെ വർക്കായി മാറുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഉറപ്പായും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം. ഞാനും ഇത് ചെയ്യുന്നുണ്ട്. ഒപ്പം നമുക്കെല്ലാം ഒരുമിച്ച് നമ്മളുടെ 2026 നല്ലൊരു വർഷമാക്കി മാറ്റാം. ഈ വർഷത്തിന്റെ അവസാനം നമുക്കിത് വർക്കായോ എന്നുകൂടി പരീക്ഷിച്ച് നോക്കാം, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ റെഡി എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം എല്ലാവർക്കും ഒന്നുകൂടി പുതുവർഷം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.